ഹേ ഗായ്സ്, ഇന്ന് നമുക്കുണ്ടാക്കാം ഒരു അടിപൊളി സ്പൈസി ചിക്കൻ ഫീറ്റ് റോസ്റ്റ്. അതിനായിട്ട് ആദ്യം ചിക്കൻ്റെ ഫീറ്റിൻ്റെ നഖങ്ങളും ആവശ്യമില്ലാത്ത ഭാഗങ്ങളും മുറിച്ച് മാറ്റി നന്നായി കഴുകിയെടുക്കാം. ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൂട് കുറഞ്ഞ ശേഷം സ്കിന്ന് മുഴുവൻ നീക്കം ചെയ്ത് വീണ്ടും 4-5 തവണ നന്നായി കഴുകിയെടുക്കാം. ഇനി മസാല പുരട്ടാം. അതിനായിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനൊപ്പം കുറച്ച് വലിയ ജീരകം കൂടെ അരച്ചിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങ എടുത്ത് അതിൻ്റെ കുറച്ച് നീര് മാത്രം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ ഫീറ്റിൽ പുരട്ടി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഗ്രേവി തയ്യാറാക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അരിഞ്ഞ സവാള വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ച ചിക്കൻ ഫീറ്റ് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കറിവേപ്പില ചേർത്ത് അടച്ചു വെച്ച് ഏകദേശം 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് മല്ലിയില ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വരുന്നത് നമ്മുടെ റോസ്റ്റിൻ്റെ പ്രധാന ഭാഗമാണ്. ഒരു 20 മിനിറ്റ് എടുത്തു എൻ്റെ ഒരു ചിക്കൻ ഫീറ്റ് വന്ന് കിട്ടാൻ കേട്ടോ. ഇനി വരുന്നത് നമ്മുടെ റോസ്റ്റിൻ്റെ പ്രധാന ഭാഗമാണ്. മറ്റൊരു ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുകിടുക, ജീരകം, കറിവേപ്പില, പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് വേവിച്ച ചിക്കൻ ഫീറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് 10-15 മിനിറ്റ് കൂടി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ തീ ഭയങ്കര ലോയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണേ. അവസാന സ്റ്റേജിൽ കുരുമുളകിൻ്റെയോ ഗരം മസാലയുടെയോ ഉപ്പിൻ്റെയോ ആവശ്യമുണ്ടെങ്കിൽ അതും ചേർക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയായ സ്പൈസി ചിക്കൻ ഫീറ്റ് റോസ്റ്റ് റെഡി. ട്രസ്റ്റ് മീ ഗൈസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.